കത്തിയമർന്ന കാർ കണ്ടെത്തിയ ശേഷമുള്ള 3 ദിനങ്ങൾ പോലീസ് പാഴാക്കിയെന്നാണ് കേസിൽ തിരിച്ചടിയാവാൻ കാരണം. കേരള പോലീസിന്റെ ചരിത്രത്തിൽ പോലീസിന് ഏറ്റവും കൂടുതൽ പേരുദോഷം കിട്ടിയ ഒരു കേസാണ്. ഇരയായ മനുഷ്യനേക്കാൾ പ്രതിയായ മനുഷ്യൻ പതിറ്റാണ്ടുകളായി ചർച്ചയാകുന്നു. പിടിക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ ഇപ്പോൾ 32 വർഷങ്ങൾ പൂർത്തിയായി. മുംബൈയിലെ തെരുവുകളിലും ഹരിദ്വാറിലെ സന്യാസിമാർക്കിടയിലും ആശുപത്രിയിൽ രോഗബാധിതനായി എത്തുന്ന അനാഥർക്കിടയിലും കുറുപ്പിനെ മലയാളി ഇന്ന് സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടെങ്കിൽ 77 വയസ്സായി ചിലപ്പോൾ മരിച്ചിരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ നിഗമനം. കുറുപ്പ് എന്ന് പറയുന്ന സിനിമ എൻ്റെ ഉള്ളിൽ 35 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു മിസ്റ്ററിയാണ്. എസ്പെഷ്യലി ഒരു മലയാളി എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിലുള്ള ഒരു മിസ്റ്ററി എലമെൻ്റാണ് കുറുപ്പ് എന്ന് പറയുന്ന കഥ. അപ്പം മിസ്റ്ററി ജോണറിൽ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് എൻ്റെ എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു. അപ്പം വാട്ട് ബെറ്റർ സബ്ജക്റ്റ് ദാൻ കുറുപ്പ്. ഈ പറഞ്ഞ 34-35 ഇയേഴ്സ് ബാക്ക് എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതേ ഹോസ്പിറ്റൽ ബെഡിൻ്റെ 2 ബെഡ് അകലത്തിലാണ് ചാക്കോയുടെ വൈഫ് ശാന്തമ്മ എന്ന് പറയുന്ന ആൾ പ്രഗ്നൻ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ സമയം തൊട്ടിട്ട് ഞാൻ വളർന്നു വരുന്ന പല സാഹചര്യങ്ങളിലും എൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരികയും ഇവരുടെ ഫാമിലി എന്ന് പറയുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ട്രോമയും പെയിനും എങ്ങനെയൊക്കെയോ എന്നിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴോ ഒരു പോയിന്റിൽ ഞാൻ ഫിലിം മേക്കർ ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ സബ്ജക്റ്റ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്ത് തുടങ്ങുന്നതും അപ്പോഴാണ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇയാളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ചാക്കോ എന്ന് പറയുന്നത് അയാളുടെ ലൈഫിലത്തെ ഒരു എപ്പിസോഡ് മാത്രമാണ്. അതിലും ബിഗറായിട്ടുള്ള പല ആക്ടിവിറ്റീസും സാധനങ്ങളും അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ള സാധനം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. Then I decided if the film has to be made, it has to be about Kurup. ഞാനും ഡാനിയലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസർച്ച് നടത്തേണ്ടി വന്നു. ഈ പറയുന്ന ഇൻസിഡൻസിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന വ്യക്തികളെയോ അറിയാവുന്ന ആൾക്കാരടുത്ത് നമുക്ക് എത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആരടുത്ത് എവിടെയൊക്കെ പോയി എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. റിസർച്ച് ഒരു എഴുത്തിൻ്റെ പാരലായിട്ട് തന്നെ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ റിസർച്ച് പൂർണ്ണമായി കഴിയുമ്പോഴാണ് സ്ക്രീൻ പ്ലേ എന്താവും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നത്. ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിൻ്റെ റൈറ്റർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് റാൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റാൻറ്റിലെ ഒരു നറേറ്റീവാണ് എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നത്. അപ്പം ആ ഒരു നറേറ്റീവ് സ്റ്റൈലിനെ ഞാൻ കൺസീവ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ജോണേഴ്സാണ് ഈ സിനിമ പല മേഖലകളിലേക്കും പല ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിലേക്കും പോകുന്നതിനോട് കൂടെ തന്നെ ജോണർ ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഫോർമാറ്റ്. അപ്പം ഈ ജോണർ ഷിഫ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു ഡ്രാമ ആയിട്ടാണ് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പീറ്റർ എന്ന് പറയുന്ന പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് ഫണ്ണും യൂത്തും സ്ലാപ്സ്റ്റിക്ക് വരെ പോകുന്ന ജോണറിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്ത് ശാരദാമ്മ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ ഫീലുള്ള രീതിയിലത്തെ ജോണർ ഷിഫ്റ്റിലേക്കാണ് ആ സിനിമ പോകുന്നത്. ബാസിപ്പിള്ള എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് അത് ഡാർക്ക് ജോണറിലേക്കാണ് അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതൊരു 3 ആക്ട് സ്ട്രക്ചർ സിനിമയല്ല, ഇല്ലെങ്കിൽ ഒരു 5 ആക്ട് സ്ട്രക്ചർ സിനിമയല്ല. ഇത് ഈ സ്ട്രക്ചറിനെയൊക്കെ പഠിച്ചുകൊണ്ട് ആ ഗ്രാമറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഈ സിനിമയിൽ ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ വി വർ റെഡി വിത്ത് ദ സ്ക്രിപ്റ്റ് ആൻഡ് വി ഹാഡ് ടു കൺവേർട്ട് ദ സ്ക്രിപ്റ്റ് ഇൻ ടു സിനിമ. That was when we thought about whom to cast in this movie. And look-wise, Dulquer and Kurup looked similar as well. So that's how we went to Dulquer for casting. ഈ സ്ക്രീൻ പ്ലേ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ നാരേറ്റീവ് സ്റ്റൈൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് എന്തായാലും ആരും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. ഈ ഓരോ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നതും ഒരു കൂട്ടുകാരൻ്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ലവർ ഭാര്യയുടെ പെർസ്പെക്റ്റീവ്, അങ്ങനെ ഓരോ ആംഗിളിൽ നമ്മളിങ്ങനെ ഒരു ക്യാരക്ടറിനെ കാണുമ്പോഴത്തേക്കും എത്രമാത്രം മുഖങ്ങളിൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതെനിക്ക് ഫ്രഷായിട്ട് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡുള്ളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാനുള്ളൊരു ആസ് എൻ ആക്ടർ എനിക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്ന്. അത് ഏതൊരു ആക്ടറിനോട് ചോദിച്ചാലും വി വാണ്ട് ടു എപ്പോഴും പുതിയ
റോൾസ് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കംഫർട്ട് സോണിൻ്റെ പുറത്തോട്ട് പോയും ചെയ്യുമ്പോഴാണ് ഐ തിങ്ക് നമ്മളിൽ തന്നെ ഒരു റേഞ്ചോ അല്ലെങ്കിൽ വാട്ട് ഓൾ വി ക്യാൻ അക്കംപ്ലിഷ് ഒരു ആക്ടർ നിലയ്ക്ക്. അപ്പം എല്ലാം കൊണ്ടും ഐ തോട്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റാണ്. ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ തന്നെ പല രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. വിച്ച് മീൻസ് ദുൽഖർ ഹാസ് ടു ഡു ഓൾ ദീസ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് സെയിം ക്യാരക്ടർ. പക്ഷേ ഇതൊക്കെ ഒരാളാണ് എന്ന് പറയുന്ന സംഗതിയാണ് ഏറ്റവും ഇതിലത്തെ രസകരമായിട്ടുള്ളൊരു പോയിന്റ്. എപ്പോഴും കുറുപ്പ് അലേർട്ടാണ് എന്നുള്ള പല പോയിൻറ്റ്സും ദുൽഖർ ഓൾറെഡി ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങളുടെ സെറ്റിലേക്ക് എപ്പോഴും വരാറുള്ളത്. സോ ഇറ്റ് വാസ് വെരി ഈസി ഡിറക്റ്റിംഗ് ദുൽഖർ ബിക്കോസ് ഹീ ന്യൂ വാട്ട് ഹീ വാണ്ടഡ് ടു ഡെലിവർ. കുറുപ്പിൻ്റെ കഥ പറയുന്ന സമയത്ത് അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ആ കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറാണ്. ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ പോലെയല്ല, ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഓഫീസർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അങ്ങനൊരു ഓഫീസറെ ബേസ് ചെയ്ത് റിയൽ ലൈഫിൽ ഈ ഒരു കേസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു മൈൽ സ്റ്റോണാണ്, കേരള ക്രൈം ഹിസ്റ്ററിയിൽ ഒരു മൈൽ സ്റ്റോണാണ്. കാരണം സുകുമാരക്കുറുപ്പിൻ്റെ കഥ അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിന് എന്താണ് സംഭവിച്ചത്, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രൈമിനെ ബേസ് ചെയ്തൊരു സിനിമ എടുക്കുക, അതിലൊരു റിയൽ ലൈഫ് ക്യാരക്ടർ ആ കേസ് അന്വേഷിച്ച ഓഫീസറായിട്ട് അഭിനയിക്കാനൊരു അവസരം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതുതന്നെയാണ് എനിക്ക് മറ്റുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത്. റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ റിയൽ ലൊക്കേഷൻസും റിയൽ ക്യാരക്ടേഴ്സും അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു സ്വഭാവത്തിലാണ് കുറുപ്പിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ഈ ശരിക്കുമുള്ള ആൾക്കാരുടെ യങ്ങർ ഏജിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഉള്ള ആൾക്കാരെയാണ് ഞങ്ങൾ സിനിമയിലും കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. So we needed to keep a balance between reality and cinema. അപ്പം റിയൽ ബേസ്ഡ് ലൊക്കേഷൻസിൽ വേണം ഇത് ഷൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് അത്രയും റിയലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ടായിരുന്നു. സെറ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഫിലിമിൽ നിന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനം ഡയറക്ടറും അതുപോലെ സപ്പോർട്ട് ചെയ്തു, പ്രൊഡ്യൂസറാണെങ്കിൽ ദുൽഖറും അതിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്തു. സെറ്റുകൾ അവോയ്ഡ് ചെയ്തതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് എപ്പോഴും ആൾക്കാർ എന്താ പറയുക കംഫർട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു ടൈം പീരിയഡ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാമോജി പോലുള്ള ഫിലിം സിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിലിം സിറ്റിയിൽ പോയിട്ട് ഒരു സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഷൂട്ട് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് ആ ഷൂട്ട് നമുക്ക് തീർക്കാനും പറ്റും. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഒരു നാച്ചുറാലിറ്റിനെ മാക്സിമം ഇല്ലാതാക്കും എന്നുള്ളൊരു തീരുമാനം നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മളത് മാക്സിമം അതങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രീറേക്ക് ചെയ്തിട്ട് നമുക്ക് പറ്റിയ ലൊക്കേഷൻസും കാര്യങ്ങളും എവിടെ കിട്ടും എന്നുള്ളൊരു സാധനം തിരഞ്ഞെടുത്തു. ഞാനോ അതോ ഇതിൻ്റെ ഡയറക്ടറോ ഈ കാലഘട്ടം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഇതെങ്ങനെ ഇതിനെ എത്ര റിയലിസ്റ്റിക് ആയിട്ട് റീക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. വാട്ട് വി ഡിഡ് വാസ് ഈ പറയുന്ന ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഫിലിമിൽ വന്നെടുത്ത കുറേ അധികം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫുകൾ നമ്മൾ അതിൻ്റെ റെഫറൻസ് ആയി. ഇപ്പോൾ കേരളത്തിലായാലും മുംബൈയിലായാലും എല്ലാം ഞങ്ങൾ ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫ് ഇത് എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ആ അപ്പുറത്തും ഇപ്പുറത്ത് നോക്കിയപ്പോൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനൊരു ഭയങ്കരമായ സിമിലാരിറ്റി തോന്നി. ഇതായിരുന്നു ആക്ച്വലി ഈ ഓവറോൾ ഫിലിമിൻ്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസ്. ചെറിയ വില്ലേജിൽ നിന്ന് ഈ സാധനം നേരെ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ, ചെന്നൈയിൽ നിന്ന് നേരെ ഇത് മുംബൈയിലേക്ക് എത്തുമ്പോൾ, മുംബൈയിൽ നിന്ന് പേർഷ്യയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവണ ഇതിൻ്റെ ഒരു സ്കെയിലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ഇത് പല ടെറൈനിലൂടെ ട്രാവൽ ചെയ്യുമ്പം കിട്ടുന്ന ഇതിൻ്റെ ഒരു കളേഴ്സിൻ്റെ ചേഞ്ചും ഇതൊക്കെയാണ് നമുക്കിതിൽ ഫിലിമിനകത്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. നമുക്ക് കാണുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. സിനിമയ്ക്ക് ഓവറോൾ ഒരു ലുക്ക് പിടിക്കാതെ ഇതിൻ്റെ എവിടെയാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്, അതിൻ്റെ ജോഗ്രഫി എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ജോഗ്രഫിക്ക് അനുസരിച്ചുള്ള പാലറ്റാണ് ഉണ്ടാക്കി. അപ്പം നമ്മളിപ്പോൾ ചെന്നൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെന്നൈയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കളറുകളും ചെന്നൈയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ടോണുകളുമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ദുബായ് ആണെങ്കിൽ ദുബായിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അങ്ങനെ ഒരു ജോഗ്രഫിക്കലായിട്ടാണ് ഇതിൻ്റെ പാലറ്റ് ഡിസൈഡ് ചെയ്യാൻ ഒരു ഓവറോൾ നമ്മളിത് തീരുമാനിച്ചത്. കുറുപ്പ് സിനിമ ഐ തിങ്ക് ഫ്രം സ്ക്രിപ്റ്റ് ലെവൽ ഒരു ഫ്രം പേപ്പർ ടു നമ്മൾ വാട്ട് വി സോ ഓൺ സ്ക്രീൻ അതിൻ്റെ ഒരു വിഷ്വൽ ലെവലിലേക്ക് എത്താൻ അത് നമ്മളൊരു കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ആർക്കും അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ DOP, പ്രൊഡക്ഷൻ ഡിസൈൻ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ആൻഡ് ദ കോസ്റ്റ്യൂം ഡിസൈനർ
ഇവരെല്ലാവരെയും കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആസ് എൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ശ്രീനാഥിന് കിട്ടുന്നത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. സോ ഐ തിങ്ക് നിമിഷ് ആ സമയത്ത് ഇസ് വൺ ഫിൽം ഓൾഡ്, പക്ഷേ ഹിസ് ഐഡിയാസ് ഓഫ് ഓൾ ദ പടത്തിലെ ഓരോ ടോണും ഓരോ പാലറ്റ്സും വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അന്നേ ഐ തിങ്ക് ദ ഡിസ്കഷൻ അപ്പോൾ ഓരോ എപ്പിസോഡും ഓരോ ടോണായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫ്രെയിംസിനൊരു കൊളാജ് എടുത്താൽ തന്നെ യു മൈറ്റ് ബി ഏബിൾ ടു ഗെസ് ഏത് എപ്പിസോഡാണ്, കാരണം ഇറ്റ്സ് ക്വൈറ്റ് യുണീക്ക് ടു ഈച്ച് എപ്പിസോഡ്. പിന്നെ ബംഗ്ലാൻസ് വർക്ക് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു നമുക്കൊരു ഇമേജ് വന്നു തുടങ്ങി, അല്ലെങ്കിൽ ഒരു വിഷ്വൽ സ്ട്രക്ചർ വന്നു തുടങ്ങിയത് ആഫ്റ്റർ ബംഗ്ലാൻ ഗേവ് അസ് സെറ്റ് വർക്ക്. പ്രവീൺ വർമ്മയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും വി ഓൾവേസ് ന്യൂ കുറിപ്പ് കുറച്ച് ഹാസ് ടു സ്റ്റാൻഡ് ഔട്ട്. ഈ ബാക്കി ഒരു നോർമൽ ഒരു നമ്മൾ നാട്ടുമ്പുറത്ത് സെറ്റിംഗ് ആണെങ്കിലും കുറിപ്പ് അവിടുത്തെ കാരണമായിട്ട് തോന്നരുത്, കുറിപ്പ് ഒരു ഒന്ന് മാറി നിൽക്കണം. ബാക്കിയുള്ള എല്ലാവരും ആ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ബ്ലെൻഡ് ആയാലും ഇറ്റ് ഹാസ് ടു ബി സ്റ്റൈൽ ലൈക്ക് ദാറ്റ്. കുറുപ്പ് എന്ന് പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ ഒരു സർട്ടൻ സോർട്ട് ഓഫ് ഗ്രേ ഏരിയ ഉണ്ട് ഈ കഥാപാത്രത്തിന്. നമ്മളറിയാത്തൊരു ഇമോഷണൽ ജേർണി ഉണ്ടാവാം അയാൾക്ക് ഡെഫിനറ്റ്ലി. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അയാളുടെ ഗ്രീഡ് ഉണ്ടാവാം, അയാളുടെ ക്രൂവൽറ്റി ഉണ്ടാവാം, അയാളുടെ സട്ടിലർ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവാം. അതിന് ത്രൂ കളേഴ്സ് ആൻഡ് ത്രൂ ദ എലമെൻറ്റ്സ് വിച്ച് ഐ കമ്മ്യൂണിക്കേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഗറോസിറ്റി ആവശ്യമുള്ള സീനുകളിൽ യു ക്യാൻ സീ സച്ച് സോർട്ട് ഓഫ് കളേഴ്സ്. ചിലപ്പോൾ നായികയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൻ്റെ സീനുകളിൽ നമുക്ക് സട്ടിലർ ആയിട്ടുള്ള കളേഴ്സ് ആൻഡ് എലമെൻറ്റ്സ് കാണാം. പല ലെയേഴ്സ് ഓഫ് ഇമേജറീസ് വെച്ചിട്ടാണ് ഈ കോസ്റ്റ്യൂമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡയറക്ടർ ആക്ച്വലി ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം പുള്ളിക്ക് ഭയങ്കര പേഴ്സിസ്റ്റൻ്റ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് നിന്ന് ഈ സിനിമ പറയണം. അപ്പം ഒരു തേർഡ് പേഴ്സൺ ഇതിൻ്റെ ഓരോ ക്യാരക്ടറുകളെ കാണുന്നതും വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പം ഹി വാണ്ടഡ് ഈ ഭയങ്കര സട്ടിലായിട്ടാണെങ്കിലും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ഹൗ ദ ക്യാമറ മൂവ്ഡ് അറ്റ് ദാറ്റ് ഈച്ച് പോയിന്റ്. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആൾ വളരെ സ്റ്റേഡി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അപ്പം ബിക്കോസ് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഷോട്ടുകൾ ഇന്ദ്രജിത്തിൻ്റെ സ്റ്റഡി ക്യാമുകളിൽ ഓപ്പറേറ്റ് ചെയ്യും. ശോഭിത വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, വളരെ ബ്രീസി ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വി ഡിസൈഡ് ഓൺ യൂസിങ് ട്രാക്സ് ആൻഡ് ട്രോളീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഫോർ ദാറ്റ് പോയിന്റ് ഇൻ ടൈം. എയർഫോഴ്സ് റെഫറൻസ് ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈയിലെ താമ്പരം എയർഫോഴ്സ് സ്റ്റേഷനാണ് നമുക്ക് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ആ ലൊക്കേഷനിലേക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുകയാണ് ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ റിയൽ ലൈഫിൽ. ഞാനും ബംഗ്ലാനും എൻ്റെ സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവി, എൻ്റെ അസോസിയേറ്റ് പ്രവീൺ ചന്ദ്രൻ, ഞങ്ങൾ 4 പേരും കൂടിയാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും ഓസ്ട്രക്കാണ്. കാരണം വൈൽഡ് വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഫ്രെയിംസ് ആണ് ഞങ്ങൾക്കെല്ലാം കാണുന്നത്. വെരി എക്സ്പാൻസിൽ ബിഗ്ഗർ വൈഡർ ഫ്രെയിംസ്. പക്ഷേ അതിലൊരു കോംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് പീരിയഡ്. ഞങ്ങളുടെ സിനിമയിലെ എയർഫോഴ്സ് കാലഘട്ടം എന്ന് പറയുന്നത് ഏർലി 70s കാലഘട്ടമാണ്, അല്ലെങ്കിൽ ലേറ്റ് 60s കാലഘട്ടമാണ്. ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യും എന്നുള്ളതായി ഞങ്ങളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ഒരുപാട് അലഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അലഞ്ഞു ആ ഒരു ലൊക്കേഷന് കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടുന്നില്ല. ഡെസ്പറേറ്റ് മൊമെൻറ്റിൽ ഞങ്ങൾ ഏറ്റവും സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു സെറ്റും ഇല്ലാതെ വേണം ഈ സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്ന പോയിന്റ് വരെ ഒരു നിമിഷത്തിൽ വിടേണ്ടി വരുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് മൈസൂരിൽ ഞങ്ങളുടെ അസോസിയേറ്റ് പ്രവീൺ ഞങ്ങളൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ആ ലൊക്കേഷനിൽ എത്തുന്ന സമയത്ത് അവിടെ ആക്ച്വലി കാണുന്നതെന്ന് പറയുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഒരു പഴയ അബാൻഡൻഡ് ഈ എയർമാൻ ട്രെയിനിങ് ഫെസിലിറ്റി ആയിരുന്നു അത്. ഈ ഫെസിലിറ്റീനെ ആണ് നമ്മൾ സിനിമയിലേക്ക് ബംഗ്ലാൻ എന്ന് പറയുന്ന ഒരാൾ കുതിരച്ചാണകവും ആനപ്പിണ്ടവും നിറഞ്ഞു കിടക്കുന്ന ഷെഡുകളും കാടുകളും വള്ളികളും പടർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളെ മാറ്റിയിട്ട് നിങ്ങൾ കാണുന്ന എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് ആക്കിയത് അവർ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ. ആ ടൈം പീരീഡിൽ ഒരു എയർഫോഴ്സ് ക്യാമ്പ് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതിന് വേണ്ട എല്ലാ ഡീറ്റെയിലും അവിടെ വേണം. എല്ലാ ഓഫീസ് സ്പേസ്, എയർ സ്ട്രിപ്പ്, അവിടുത്തെ ഫ്ലൈറ്റുകൾ, ആ ടൈമിൽ കംപ്ലീറ്റ് സ്പേസുകൾ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം നമ്മൾ ഒരു ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കില്ല എപ്പോഴും എയർഫോഴ്സ് ക്യാമ്പ്. അപ്പോൾ അതുപോലെ അതിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ചെന്നൈ എന്ന് പറയുന്നത് വളരെ ചൂടുള്ള ഒരു സ്ഥലമാണ്. എപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊള്ളുന്ന ചൂടാണ്. അപ്പം
സോ വി വാണ്ടഡ് ടു റീക്രിയേറ്റ് ദാറ്റ് ചൂട് ഇൻ ആർ ഫ്രെയിംസ്. ലൈറ്റിങ്ങിലാണെങ്കിൽ കൂടി ഞങ്ങൾ ഭയങ്കരമായി വെയിലുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. ഒരുപാട് കളേഴ്സ്, അങ്ങനെ ചൂട് തോന്നിക്കുന്ന കളേഴ്സ് ആസ് ഇൻ യെല്ലോ ഓർ സംതിങ് ഒക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഈ ചെന്നൈ പോർഷനിലാണ് ഞങ്ങൾ ആഡ് ചെയ്തത്. സിനിമയിൽ നമ്മൾ എയർഫോഴ്സ് ചാപ്റ്റർ കാണിക്കുന്നത് പീറ്റർ എന്നൊരു സുഹൃത്തിൻ്റെ കണ്ണിലൂടെയാണ്. കുറുപ്പ് ഒളിവിൽ പോയിരുന്ന സമയത്ത് പുള്ളിയോടൊപ്പം എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ പോയി കണ്ടിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ പുള്ളി പോയത് പൊന്നപ്പൻ എന്നുള്ളൊരു ക്യാരക്ടറേയും കൊണ്ടാണ് പുള്ളി അവിടെ ഒളിവിൽ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പോയി കാണണമെങ്കിൽ അവർ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന കാലത്ത് നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കൂട്ടുകാരായിരിക്കാം എന്നുള്ള രീതിയിലാണ് പീറ്റർ എന്നുള്ള ക്യാരക്ടറിൻ്റെ ജനനം. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് മ്യൂസിക്കൊക്കെ അറിയാം, ഞാനായിട്ടൊരു ബന്ധമില്ലാത്തൊരു ആളാണ് പീറ്റർ എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് പിന്നെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഏകദേശം ഒരു ബീറ്ററാക്കി എടുക്കാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഈ ഒരു സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അതായത് ആ ക്യാമ്പസ് മുഴുവൻ എല്ലാവരും ഇളകി ഒരു ടോട്ടലി ഒരു കമ്മിങ് ബാക്ക് ടു ക്യാമ്പസ് എന്നൊരു ഫീൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ സണ്ണി വെയിൻ കുറുപ്പിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അതൊരു ഇമ്മൻസ് എനർജിയാണ്. ആ എനർജിയാണ് ആക്ച്വലി പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മൊത്തം എപ്പിസോഡ്. സോ ദാറ്റ് ഈസ് വൈ സണ്ണി വെയിൻ മെയ്ഡ് എ ഡിഫറൻസ് ടു ദാറ്റ് ക്യാരക്ടർ. ആൻഡ് ദാറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കുറുപ്പിൻ്റെ ഫ്രണ്ടാണ്. ഇൻ റിയൽ ലൈഫ് ദുൽഖറിൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആണ് സണ്ണി. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മാജിക്. ബോംബെ റീക്രിയേറ്റ് ചെയ്യണം. ബോംബെ ഹാസ് ചേഞ്ച്ഡ് ലൈക്ക് എനിത്തിങ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇറ്റ്സ് എ ബിഗ് മെട്രോപൊളിറ്റൻ സിറ്റി, വേൾഡിലത്തെ ഒരു നമ്പർ 1 സിറ്റിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി. എല്ലാ ഫ്രെയിമുകളിലും നോക്കിക്കഴിഞ്ഞാലും മോഡേൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അതിൽ കാണുന്നു. അപ്പം എയർഫോഴ്സ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് വൈഡർ ഫ്രെയിംസിലേക്ക് ഉള്ള ഒരു ബോംബെ സിറ്റിയാണ് റീക്രിയേറ്റ് ചെയ്യേണ്ടത്. വലിയ വലിയ സ്ട്രീറ്റുകൾ ഫുള്ള് ഒഴിപ്പിച്ച് അവിടെ റെട്രോ അന്നത്തെ ടൈപ്പ് ഓഫ് വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് അന്നത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരെ കോസ്റ്റ്യൂംസിൽ കൊണ്ടുവന്ന് ഇറക്കി അന്നത്തെ പീരീഡിലേക്ക് നമ്മൾ മാറ്റി വിത്ത് VFX സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ അതിനെ പീരീഡിലേക്കാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് മൊത്തം സിനിമയിൽ ഒരു 20-25 മിനിറ്റ്സ് ഓഫ് സിനിമ ഡ്യൂറേഷൻ നമുക്ക് ഈ ബോംബെത്തെ പോർഷൻസ് ഉണ്ട്. ഇത് മൊത്തം നമുക്ക് ബോംബെയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തോട്ട് പ്രോസസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും ഗുജറാത്തിൽ ട്രാവൽ ചെയ്തിരുന്നു. അപ്പോൾ അവർ വെറുതെ റാൻഡംലി എടുത്തിട്ടുള്ള ഫോണിലെ ഒരു ഫോട്ടോയിൽ നിന്നാണ് അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് കണ്ടപ്പോൾ പഴയ ബിൽഡിങ്ങുകളും സാധനങ്ങളുമാണ് വിച്ച് ഈസ് സിമിലർ ടു വാട്ട് ഇറ്റ് വാസ് ഡ്യൂറിങ് 70s ഇൻ ബോംബെ. അങ്ങനെയാണ് ഞങ്ങൾ ഗുജറാത്ത് എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഗുജറാത്തിൽ എത്തിയതോടെ കൂടിയിട്ട് അവിടെ പഴയ ഈ പീരിയഡ് ബിൽഡിങ്സും സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുകയാണ്. പിന്നെ ഗുജറാത്തിലെ ഈ പറഞ്ഞ മാതിരി സിദ്പൂർ, രാജ്കോട്ട്, അഹമ്മദാബാദ് ഇതൊക്കെ 200-400 കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഉള്ള ഏരിയാസാണ്. ഇവിടെ ഫുൾ റിവോൾവ് അറൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ബോംബെ പീരിയഡ് എന്ന് പറയുന്ന സാധനം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള കുറേ പോർഷൻസ് നമ്മൾ റിയൽ ലൊക്കേഷൻ ഷൂട്ട് ചെയ്തിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള കുറച്ച് പോർഷൻസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഒരു സെറ്റ് ചെറിയ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് സിദ്പൂർ പോലുള്ള സ്ഥലത്ത് പോയിട്ട് റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. സിദ്പൂർ എന്ന് പറയുന്ന സ്ഥലം അഹമ്മദാബാദിൽ നിന്ന് 100-400 കിലോമീറ്റർ എവേ ആയിട്ടുള്ളൊരു സ്മോൾ പ്ലേസ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ്. അന്നത്തെ പീരീഡിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സിദ്പൂർ. പക്ഷേ അവിടെ വെറുതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ 200, 300, 400 ജൂനിയർ ആർട്ടിസ്റ്റുകളെ നിറച്ചുകൊണ്ട് സ്ട്രീറ്റ്സൊക്കെയാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എവറി ഡേ ഇറ്റ് ഈസ് എ ചാലഞ്ച് ഫോർ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്.
രാവിലെ ആവുന്ന സമയത്ത് ഈ 100-300 ജൂനിയർ ആർട്ടിസ്റ്റുകളെ റെഡിയാക്കി കോസ്റ്റ്യൂമിലും മേക്കപ്പിലും സെറ്റ് ചെയ്ത് അവരെ എൻ്റെ ഫ്രെയിമിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് വാസ് ഇമ്മെൻസ്. പുറത്തു നിന്ന് വന്നിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് ശോഭിത. ഞങ്ങളെല്ലാം സെറ്റ് എന്ന് പറയുന്ന എവ്രി വൺ ഇസ് കേരളത്തിലത്തെ എല്ലാ സംഗതികളും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ക്രൂവും കാസ്റ്റും എല്ലാവരും. ശോഭിത എന്ന് പറയുന്നത് തെലുങ്കു ബ്രോട്ടപ്പ് ഗേൾ ഹൂ ഈസ് വർക്കിംഗ് ഇൻ ബോംബെ ഇൻഡസ്ട്രി, ബോളിവുഡ് ഇൻഡസ്ട്രി, ആൻഡ് ഷീ കെയിം ടു അവർ സെറ്റ്. വെൻ ഷീ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഞങ്ങൾക്ക് ഒരിക്കലും അവൾ ഫീൽ ചെയ്യിപ്പിച്ചിരുന്നില്ല ഷീ ഈസ് ഫ്രം ഔട്ട്സൈഡ്. കാരണം അവളുടെ പെർഫോമൻസ് ഡീറ്റെയിലാണ് അവളുടെ ഏറ്റവും പ്ലസ് പോയിൻറ്റ്. ദ വേ ഷീ കൺസീവ്സ് ദാറ്റ് ക്യാരക്ടർ, ചെറിയ ചെറിയ ന്യൂവാൻസസ് ദാറ്റ് ഷീ തിങ്സ് അബൌട്ട് ദ ക്യാരക്ടർ, ദാറ്റ്സ് മേക്സ് എ സ്പെഷ്യൽ. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ സീനിനെ കുറിച്ച് പറയാം. ദർ ഇസ് എ ക്യാൻറ്റീൻ സീൻ ഇൻ അവർ സിനിമ വെർ കുറുപ്പ് പ്രപ്പോസസ് ശാരദാമ്മ. ഇൻ ദാറ്റ് സീൻ കുറുപ്പ് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇവളുടെ അടുത്ത്, ഇവൾ അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇവൾ അവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ട് ക്യാൻറ്റീനിൻ്റെ കൗണ്ടറിലേക്ക്. അപ്പോൾ അവൾക്ക് ഇതിൽ എവിടെയോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കുകയും വേണം, പക്ഷെ അത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാനും പറ്റില്ല. അപ്പോൾ അവളത് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് അവൾ ഇറങ്ങി പോകുന്ന സമയത്ത് അവളുടെ കൈ ആ ടേബിളിലൂടെ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ടോട്ടാലിറ്റിയിൽ കാണുന്ന സമയത്ത് എങ്ങനെയാണ് അത് നമുക്ക് അവൾ ഡെലിവർ ചെയ്തതെന്ന് മനസ്സിലാവില്ല, പക്ഷേ ആ ടോട്ടൽ ഒരു വൈഡ് ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അവൾക്ക് എവിടെയോ ഒരു സ്ലൈറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. Someone who is the nucleus of his world in a way, but at the same time she lives under his shadow. I was very curious about like what is she like as a wife, as a mother, as a daughter, as a citizen. That is my motivation to really want to surrender to this world, to explore Kurup from her point of view. That's a perspective that has been undocumented. Fortunately, I walked into a script and a world that was fully formed. A lot of research had been done already, and I read up a fair bit. So, and also I think I've always been somebody who is very interested in all things period. So it was an absolute pleasure to sort of jump into that world. പേർഷ്യ റീക്രിയേറ്റ് ചെയ്യണം ഞങ്ങൾക്ക്. സോ ഞങ്ങൾ അതിനുവേണ്ടി പോയിരിക്കുന്നതെന്ന് പറയുന്നത് ദുബായിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുബായ് എന്ന് പറയുന്നത് ഒരു ഏരിയ 300-400 കിലോമീറ്റേഴ്സ് എവേ ആണ് ഓരോരോ ലൊക്കേഷൻസും. പക്ഷേ രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് ദുബായ് റീക്രിയേഷനിൽ ബിൽഡിങ്സും സാധനങ്ങളും ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇതിൻ്റെ അതനുസരിച്ചിട്ടുള്ള റെട്രോ കാർസ് വേണം. അപ്പോൾ അതെന്ന് പറയുന്നത് ഫിലിമിൻ്റെ മൊത്തം സ്റ്റൈലിനെ ബാധിക്കുന്നൊരു ഘടകമാണ് അതിലത്തെ കാർസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ രാവിലെ ആകുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ട്രക്കുകളിലാണ് ഈ കാർസ് കൊണ്ടുവരിക. അങ്ങനെ 5, 10, 15 കാറുകൾ ലാൻഡ് ചെയ്യിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ സെറ്റിലേക്ക് വരുന്ന കാഴ്ച. പല കാറുകളും റെട്രോ കാറുകൾ, ആൻറ്റി കാറുകളായ കാരണം ഓടുക പോലുമില്ല. അപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സൊക്കെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാർ ഇറക്കിയിട്ട് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കാർ അനക്കാൻ പറ്റില്ല, ഫ്രെയിം മാറ്റാൻ പറ്റില്ല. സോ അവിടുത്തെ പ്രോസസ് വാസ് റിയലി ടഫ് ടാസ്ക്. ദുബായിലൊക്കെ ഈ പറഞ്ഞ ഒരു ഏജ് കഴിഞ്ഞ വണ്ടികൾ, ടൈമിംഗ് കഴിഞ്ഞ വണ്ടികൾ നമുക്ക് റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 100 കിലോമീറ്റർ അപ്പോൾ ആയിരിക്കും 90% നമ്മൾ ഓരോ ലൊക്കേഷൻസ് ഡിഫറൻസ്. അപ്പോൾ ഈ ടൈമിങ്ങിൽ ഈ വണ്ടി ടോ ചെയ്ത് അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു പ്രൊഡക്ഷനെ സംബന്ധിച്ച്. ദുബായിലത്തെ പോർട്ട് കണ്ടപ്പോഴൊക്കെ അത് പീരിയഡ് അല്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവൻച്വലി ഞങ്ങളുടെ മംഗലാപുരത്തെ പോർട്ടിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, രാജേഷ്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവസാനം മംഗലാപുരം പോർട്ടിലാണ് ഞങ്ങൾ ദുബായ് പോർട്ട് റീക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നാഷണൽ സെക്യൂരിറ്റി ഒക്കെ ബാധിക്കുന്ന ഒരു പോർട്ടാണ് മംഗലാപുരം പോർട്ട്. അവിടെ ഫോറിനേഴ്സിന് എൻട്രി ഇല്ല. ആൻഡ് അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ദുബായ് അല്ലെങ്കിൽ പേർഷ്യ പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്ന ആഫ്രിക്കൻസ് ഒക്കെയാണ് ഒരുപാട് ആൾക്കാരുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഫോറിനേഴ്സിനെ കടത്തണം. പക്ഷേ വേറെ നിവൃത്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്തേ പറ്റൂ.
അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നമ്മൾ അറിയുന്നത് കർണാടകയിൽ ഒരു സ്ഥലത്ത് ആഫ്രിക്കൻസിൻ്റെ അതേ സ്കിൻ ടെക്സ്ചറും ഫീച്ചേഴ്സും ഉള്ള ഒരു ട്രൈബ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള വിവരം ഞങ്ങൾക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ വളരെ ഗ്രാമീണരായിട്ട് ഇവിടുത്തെ ഇന്ത്യക്കാരുടെ ഒരു ശൈലിയിലും സാധനങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്റ്റൈലൈസ് ചെയ്ത് അന്നത്തെ ആഫ്രിക്കൻ കൾച്ചറിലേക്കും അന്നത്തെ സ്റ്റൈലൈസേഷനുമാണ് നമ്മൾ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ബാസിപ്പിള്ള എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിലേക്ക് സിനിമ എത്തുമ്പോഴാണ് സിനിമയുടെ ആക്ച്വൽ ജോണറിലേക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയിലേക്ക് നമ്മുടെ സിനിമ എത്തുന്നത്. കൽപ്പകവാടി എന്ന് പറയുന്ന ബാറിൽ നടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. വി കൺസീവ്ഡ് ഇറ്റ് ആസ് എ 2.5 minutes ലെങ്തി ഷോട്ട് ആൻഡ് ഐ വാണ്ടഡ് ടു ടേക്ക് ഇറ്റ് ആസ് എ സിംഗിൾ ഷോട്ട് ബിക്കോസ് അയാൾ അവിടെ വന്ന് ആ 2.5 minutes ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഡിയൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ ഷോട്ടായിട്ട് കൺസീവ് ചെയ്യണം. ആ 2.5 minutes അയാൾ ജീവിക്കണം. ആ സീനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഞാൻ എങ്ങനെയാണ് ആ സീൻ ഷൈനിന് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഒരു ഹോട്ടലിലെ വെയിറ്റർ ഇവിടേക്ക് വരും, അയാൾ അവിടുന്ന് കഴിഞ്ഞ കള്ളിൻ്റെ കുപ്പികളെല്ലാം കളക്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടെ നിന്ന് നോട്ട് ചെയ്യും. ലുക്സും സാധനങ്ങളും സിമിലർ ആണെന്നുള്ളത് പുള്ളി നോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് പുള്ളി ഒരു പ്ലാൻ പുള്ളി തന്നെ ഇടുന്നു. അതിൽ നിന്ന് പുള്ളി എക്സിക്യൂഷനാണ് ബാക്കി കാണാൻ പോകുന്ന സാധനം. ഇത്രയേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഷൈനിന്. ഇത് പറഞ്ഞു കഴിയുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ പെർഫോം ചെയ്യുന്ന രീതി എന്ന് പറയുന്നതാണ് ബ്യൂട്ടിഫുള്ളി ഡൺ. പുള്ളിയാണ് പ്ലാൻ ചെയ്യുന്നത്. കുറുപ്പ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറുപ്പിൻ്റെ കയ്യിൽ നിന്നൊരു സിഗരറ്റ് മേടിക്കുന്നു. ആ സിഗരറ്റ് എടുത്തിട്ടാണ് അതിനെ റണ്ണറാക്കിക്കൊണ്ടാണ് പുള്ളി ആ ഷോട്ടിനെ കൺസീവ് ചെയ്യുന്നത്. പുള്ളി ആ സിഗരറ്റുമായിട്ട് എടുത്തു കൊണ്ടുപോയി ഈ ബെയറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ബെയറിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് പുള്ളി പറയുന്നത്. ഡാൻസ് ചെയ്തിട്ട് സെർവ് ചെയ്തൂടെ 2 അടിച്ചാലെന്ന് പറയുന്ന സാധനമൊക്കെ വളരെ നാച്ചുറലായിട്ട്, അത് എക്സാജറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോട്ടേ പോയി. ആ ഇൻസിഡൻറ്റ് ഞാൻ ചെറുപ്പത്തിലും കേട്ടിട്ടുണ്ട്. ഇവർ തലേദിവസം ബാറിൽ പോയിട്ട് പ്രശ്നം ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ ഏത് രീതിയിലായിരിക്കും ആ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാൻ ഉള്ള സ്പേസ് അവിടെ ശ്രീനാഥ് തന്നിരുന്നത്. എങ്ങനെയായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അപ്പോൾ നമ്മൾ പത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അതിനൊരു റിയൽ സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സ്പേസ് നമുക്ക് ഡയറക്ടർ തരുമ്പോഴാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ പെർഫോമൻസുകളൊക്കെ ഉണ്ടാകുന്നത്. ബാസിപ്പിള്ളയുടെ ക്യാരക്ടർ ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും ഞാനും ശ്രീയും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വി ഡിസൈഡഡ് ദാറ്റ് വി ഷുഡ് ഗോ വിത്ത് എ ലോട്ട് ഓഫ് ക്ലോസപ്സ്. പക്ഷേ ഈ ഷൈൻ ആദ്യം വന്ന് അഭിനയിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആയില്ല. ബിക്കോസ് ഹീ ഈസ് എ പേഴ്സൺ ഹൂ മൂവ്സ് അറൗണ്ട് ലൈക്ക് എനിത്തിങ് വെൻ ഹി പെർഫോംസ്. സോ ഞങ്ങൾ പുള്ളീനെ അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് വാട്ട് വി ഡിഡ് വാസ് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വി ഡിസൈഡഡ് ഓക്കെ ഇത് ക്ലോസപ്സിൽ വർക്കൗട്ട് ആയില്ല, ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഞാൻ സ്ക്രീൻ ഡിസൈഡ് ചെയ്തു ഞങ്ങൾക്ക് ഒരു 35mm ലെൻസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് വൈഡ് ആക്കുക. സോ വേറെ ഹി വോണ്ടഡ് ടു മൂവ് ഹി കുഡ് മൂവ് എന്നുള്ള ഒരു ഇതിലോട്ട് ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 1.5 minutes ടേക്ക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അങ്ങനെയാണ്. ക്ലൈമാക്സ് പോർഷൻ സിനിമേനെ ബേസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ബോംബെ പോർട്ടിലാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് വി ഹാഡ് ടു ഗോ ടു അറൗണ്ട് 6 to 8 പ്ലേസസ്. മംഗലാപുരം, ഉടുപ്പി, കൊച്ചിൻ, അങ്ങനെ ഒരുപാട് പ്ലേസസിലാണ് ഞങ്ങൾ ഈ സാധനത്തിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷിപ്പും അവൈലബിളും അല്ല. ഇതൊരു പീരിയഡ് 60s ഒരു ക്രൂസ് ഷിപ്പാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ഷിപ്പിൻ്റെ ഒരു പോർട്ടിലിരിക്കുന്ന ഒരു മാസ്റ്റർ ഷോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിപ്പ് പുറപ്പെടുന്നതും കാര്യങ്ങളും ആൾക്കാർ കയറുന്നതായിട്ടുള്ള പോർഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മാംഗ്ലൂർ പോർട്ടിനകത്ത് നമ്മൾ ആളുകൾക്ക് കയറാനും വരാനും പോകാനും ഒക്കെയുള്ള കുറച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന പോർഷൻസും സ്റ്റേഴ്സും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഷൂട്ടിംഗ് ടൈമിൽ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഷിപ്പിൻ്റേതായിട്ടുള്ള ഫുൾ ബോഡി ഫുൾ ഷിപ്പ് നമ്മൾ VFXൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
സോ ഇത്ര കാലത്തെ പ്രീ പ്രൊഡക്ഷൻ, ഒരുപാട് കാലത്തെ ഷൂട്ടിങ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ ടേബിളിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിയറാണ്. അപ്പോൾ സിനിമയ്ക്ക് എന്താവശ്യമുണ്ട്, എന്താവശ്യമില്ല എന്നുള്ള സാധനങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ആളാണ് എഡിറ്റർ. വൈ എഡിറ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഫിലിം ഇസ് ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇസ് എ ബിഗ് എക്സ്പെരിമെൻറ്റ്. അപ്പം ഇതിലത്തെ ഓരോരോ എഡിറ്റ് എന്ന് പറയുന്ന സാധനങ്ങളും അത്രയും ക്രിസ്പും സാധനങ്ങളും ആയാൽ മാത്രമേ ഈ സിനിമ സ്റ്റാൻഡ് ചെയ്യുള്ളൂ. 3-3.5 മണിക്കൂറോളമുള്ള റഷുകളെ എടുത്ത് വെച്ച് 2.5 മണിക്കൂറുള്ള ഒരു സിനിമയാക്കി മാറ്റുക എന്ന് പറയുന്നത്, അത് ഇത്രയും ജോഗ്രഫിക്കൽ ലൊക്കേഷൻസും ഇത്രയും ഇമോഷൻസും ഇത്രയും ഷെയ്ഡ്സും ഉള്ളൊരു സിനിമേനെ സിനിമാ രൂപത്തിലേക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന ജോബ് വാസ് സേഫ് ഇൻ വിവേക് ഹർഷൻസ് ഹാൻഡ്സ്. ഈ ഫിലിമിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു തിയേറ്ററിക്കൽ സിനിമയായിട്ടാണ് ഞങ്ങളെല്ലാവരും കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തിയേറ്ററിക്കൽ സിനിമയാക്കണമെങ്കിൽ മേജർ പാർട്ട് എന്ന് പറയുന്നത് സൗണ്ട് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. വിക്കി, കിഷൻ ആൻഡ് രാജാകൃഷ്ണൻ, ഈ 3 പേരാണ് നമ്മുടെ ഈ സിനിമയിലത്തെ മെയിൻലി സൗണ്ട് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ. ഈ സൗണ്ട് ഡിസൈനിൽ ഡയലോഗ്സ്, എഫക്ട്സ് ആൻഡ് അനദർ സ്റ്റാർ ഇസ് ദെയർ ഇൻ സൗണ്ട്, ദാറ്റ് ഈസ് മ്യൂസിക്. ബേസിക്കലി ഫസ്റ്റ് കോൺവെർസേഷൻ ഞാനും ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ജോണർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കൽ സൗണ്ട് ട്രാക്സ് ചെയ്യാന്നുള്ളതായിരുന്നു. പറഞ്ഞ പോലെ പല ക്യാരക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. അപ്പം പീറ്ററിൻ്റെ കഥ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു ഓൾഡ് സ്കൂൾ റോക്ക് ആവാം, അങ്ങനത്തെ ഒരു ജോണർ പിടിച്ചിട്ടാണ് പോകുന്നത്. കുറച്ചും കൂടി അവരുടെ കോളേജ് ടൈമൊക്കെ ആകുമ്പോൾ എൻ്റെ പണ്ടത്തെ കോളേജ് ടൈമിലുണ്ടായ എനിക്കുണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അത് കൂടുതലും ഈ പറഞ്ഞ AC/DC അങ്ങനത്തെ പഴയ ബാൻഡ്സൊക്കെ, ഈഗിൾസും അതൊക്കെയായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം ആ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരുന്നു ഈ ഒരു പീറ്ററിൻ്റെ മൊത്തം ഇതിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ അവിടുന്ന് പതുക്കെ നമ്മൾ അടുത്ത ക്യാരക്ടറിലോട്ട് പോകുന്ന ഒരു ലവ് ട്രാക്കിലോട്ട് കയറുകയാണ്. നായികയുടെ പെർസ്പെക്റ്റീവിലാണ് അതിൻ്റെ ഒരു ലവ് ട്രാക്ക് മൊത്തം പിടിച്ചിട്ടുള്ളത്. അത് കൂടുതലും ഒരു സിംഫണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർക്കസ്ട്രൽ സൈഡാണ് ലവ് പറയാൻ കൂടുതലും എനിക്ക് തോന്നിയത്. ബാസിപ്പിള്ളയിലോട്ട് എത്തുമ്പം ഒട്ടും ബാസിപ്പിള്ളക്ക് മാച്ച് അല്ലാത്ത ഒരു തരം ജോണറാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ട്രൈ ചെയ്തിട്ടുള്ളത്. കൂടുതലും ഒരു ഫീമെയിൽ ഹമ്മിങ്ങും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്പൂക്കി ആയിട്ടുള്ള ടൈപ്പ് വിസിൽസും അങ്ങനത്തെ ഒരു സൗണ്ട്, കൂടുതലും സൗണ്ട് സ്കേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഭയങ്കര ഒരു BGM വെച്ചിട്ട് ഭയങ്കര ഒരു ലൗഡായിട്ടുള്ള ഒരു ടൈപ്പ് സൗണ്ടിങ് അല്ല. എല്ലാ പുള്ളിയുടെ ഒരു മൂവ്മെൻറ്റ്സ് പോലെ തന്നെയുള്ള ഒരു ഭയങ്കര സ്വിങ് ആയിട്ട് തോന്നുന്ന ടൈപ്പ് സൗണ്ട് ട്രാക്സ് ആണ് ബാസിപ്പിള്ളയുടെ മൊത്തം. ബാസിപ്പിള്ളയിൽ നിന്ന് പിന്നെ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിലോട്ട് കയറാണ്. മൊത്തത്തിൽ നമ്മൾ മ്യൂസിക്കിലൊരു അനലോഗ് സൗണ്ടിങ് ആണ് കൂടുതലും പിടിക്കാൻ നോക്കിയത്. കാരണം ഈ ഒരു റെട്രോ ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു ബേസ് പൾസിങ് ആണ് മൊത്തം ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ തീം അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. ബേസിക്കലി ആ കുറിപ്പിൻ്റെ ഒരു പ്ലാൻ ആണല്ലോ മൊത്തത്തിൽ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു സ്പൂക്കി തീം തന്നെയാണ്. ഈ കുറച്ച് ഡാർക്ക് സൈഡാണ്. പക്ഷേ ഒരു പൊടിക്ക് നമ്മളത് സിനിമ ആയതുകൊണ്ട് ഒരു ഇത്തിരി സിനിമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രൂവി ആയിരിക്കും. കാരണം അങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇത്തിരി ഗ്രൂവിയാണ്, പക്ഷേ ഇത്തിരി ഡാർക്ക് മെലഡി, അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് കുറിപ്പിൻ്റെ ഒരു ഇതിൽ പിടിച്ചത്. ഒരു പ്രൊഡ്യൂസർ ആണ് ഒരു സിനിമയുടെ പില്ലർ. സിനിമയുടെ എല്ലാ എലമെൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലൈറ്റ് ബോയ് വരെ സിനിമയിലെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് പ്രൊഡ്യൂസേഴ്സ് റോൾ ഇൻ സിനിമ മീൻസ് ഇറ്റ്സ് എ വെരി ഹെർക്യൂലിയൻ ടാസ്ക്. ആൻഡ് നമ്മുടെ സിനിമയിലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ദുൽഖർ. ആൻഡ് ദുൽഖർ ഇസ് ആൻ ആക്ടർ ഓൾസോ ഹൂ ഈസ് ആക്ടിങ് ഇൻ ദിസ് ഫിലിം ആസ് വെൽ. അപ്പോൾ 2 ജോബാണ് ദുൽഖറിന് ഒരുമിച്ച് ചെയ്യേണ്ടത്. പക്ഷേ ദുൽഖർ അതിനെ എക്സിക്യൂട്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്. ദുൽഖറിൻ്റെ ആ പാർട്ട് എന്ന് പറയുന്നത് ദുൽഖറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവരെയാണ് ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദുൽഖർ ഏൽപ്പിക്കുന്നത്. സോ ദാറ്റ് പുള്ളി സെറ്റിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്ക് പ്രൊഡ്യൂസറായിട്ടല്ല നിൽക്കേണ്ടി വരിക. പുള്ളി ആക്ടറായിട്ട് പുള്ളിക്ക് നിൽക്കാനുള്ള സ്പേസ് പുള്ളി ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ദുൽഖറിലുണ്ട്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും സാധനങ്ങളിലും ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഐ തിങ്ക് ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു കുറുപ്പ് വിൽ ബി എ ബിഗ് ഫിലിം. നമ്മളെല്ലാവരും നമ്മുടെ തന്നെ ബൗണ്ടറീസും നമ്മുടെ തന്നെ ഒരു ഇതുവരെ മലയാള സിനിമ കാണുന്ന വിഷ്വൽസിനെല്ലാം പുഷ് ചെയ്ത് കൊണ്ടിട്ട് ഒരു മാക്സിമം ഒരു സ്പെക്ടക്കിൾ ഉണ്ടാക്കുന്ന രീതിയിൽ
അതും ഈ ഒരു പീരീഡ്, ഇങ്ങനത്തെ ഒരു 70s 60s 70s 80s ഇത്രയും ഈ ഒരു സ്കെയിലിൽ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്കെല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതിനോടൊരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒബ്വിയസ്ലി എംസ്റ്റാറിൻ്റെയും അനീഷിൻ്റെയും സപ്പോർട്ടില്ല നമുക്കതിൻ്റെ ഒരു എപ്പോൾ ആവശ്യം വരുമ്പോഴും ഉള്ള ഫൈനാൻഷ്യൽ ബാക്കിങ്, അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഫണ്ട്സ് ആവശ്യമുണ്ട്. അതിൻ്റെ ലോജിസ്റ്റിക്സ്, ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സ്, അതെല്ലാം ദ ഫൈനാൻസ് സൈഡ് വാസ് എൻറ്റയർലി ബൈ എംസ്റ്റാർ. വേഫെയറിൻ്റെ ടീമിലുള്ള ബിബിൻ ആൻഡ് ടീം വർ ഇൻ ചാർജ് ഓഫ് എല്ലാ ലോജിസ്റ്റിക്സും. ഈ പറയുന്ന എവറി പെർമിഷൻ, ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എല്ലാ ആവശ്യങ്ങളും, സെറ്റ് വർക്കിനുള്ള എല്ലായിടത്തും നമ്മൾ ലോക്കൽ ആർട്ടിസൻസ്, ലോക്കൽ കാർപ്പൻറ്റേഴ്സ് ഇവരൊക്കെ വിളിക്കുകയും ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത ഡേറ്റ്സിന് തന്നെ എല്ലാം റെഡി ആവുകയും, ഇതുപോലെ ഈ ലോജിസ്റ്റിക്കലി മൂവിങ് ഓൾ ഓഫ് ദീസ് പീരിയഡ് കാർസ്, ടാക്സീസ്, എന്താ പറയുക, വെഹിക്കിൾസ്, ഈവൻ എയർഫോഴ്സിലെ വെഹിക്കിൾസൊക്കെ വരെ പീരിയഡ്, ഇതെല്ലാം വേറെ സംസ്ഥാനങ്ങളിലോട്ട് ഒക്കെ വന്ന വണ്ടികളാണ്. ഇതിനൊക്കെ പെർമിഷൻ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുപാട് ഐ തിങ്ക് 350-400 കിലോമീറ്റേഴ്സ് നടത്തുന്നൊക്കെ എക്സ്ട്രാസും ഈ പാരഫിനയിലെ മൊത്തം ലൊക്കേഷനോട്ട് എത്തിയാലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് വാസ് ഒരു വലിയൊരു ടാസ്ക്കാണ്, ഇറ്റ്സ് എ ബിഗ് എഫേർട്ട്. എല്ലാവരുടെയും മനസ്സിൽ പലവിധ സംശയങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കഥാപാത്രത്തിനെ ഗ്ലോറിഫൈ ചെയ്യണോ, പലവരുടെയും സെൻറ്റിമെൻറ്റ്സിൽ അത് ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ കൺസർവേറ്റീവ്ലിയാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുനടന്നതും. പിന്നെ കോൺട്രവേഴ്സീസ് ഒത്തിരി വന്നിരുന്നു, പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് ഇൻ എ വേ വി ഹാവ് ബീൻ ഏബിൾ ടു ടാക്കിൾ ത്രൂ ഔട്ട് ദ മൂവി. കുറുപ്പ് എന്ന് പറയുന്ന സിനിമ റിയാലിറ്റി ബേസ്ഡ് ഒരു സിനിമയാണ്. പക്ഷേ അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് എ ഫിലിം മേക്കേഴ്സ് പെർസെപ്ഷൻ, ഇറ്റ് ഈസ് നോട്ട് എ ഡോക്യുമെൻ്ററി. എങ്ങനെ എനിക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടിയിരുന്നോ അങ്ങനെയാണ് ഞാൻ ആ ഫിലിം ഡയറക്ടേഴ്സ് കാർഡ് വരെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഐ വാണ്ടഡ് ടു ടെൽ വൺ മോർ തിങ് ടു ദ ഓഡിയൻസ്. ജസ്റ്റിസ് ഹാസ് നോട്ട് ബീൻ സെർവ്ഡ് യെറ്റ് ആൻഡ് ഈവിൾ ഈസ് സ്റ്റിൽ പ്രിവെയിലിംഗ്.